പറ്റി? എന്തായാലും എന്നോട് പറ, കേൾക്കട്ടെ. കാര്യം എന്തായാലും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. അല്ല, പൂർണിമയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അല്ല, അതെങ്ങനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചേ? അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ. അതെ, അവരുടെ ടോർച്ചർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാവരും അവർക്ക് അടിമകളാ. അവര് വലിക്കുന്ന ചരടിനൊത്ത് ചലിക്കുന്ന വെറും പാവകള്. അവിടെ അവരെന്തോ രാജ്ഞിയെ പോലെയാ. എല്ലാവരും അവര് പറയുന്നത് മാത്രം കേൾക്കണം, അത് മാത്രം അനുസരിക്കണം. ആരും അവരെ എതിർക്കാനൊന്നും പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞു പോയാ നമ്മളാ കുറ്റക്കാര്. വന്നെന്റെ ഭർത്താവ് പോലും ആ സ്ത്രീ പറയുന്നത് കേട്ട് എന്നെ ചോദ്യം ചെയ്യുക. പിന്നെ എന്തിനാ നീ അവനെ സഹിക്കുന്നത്? നിനക്ക് കളഞ്ഞിട്ട് വരാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പൃഥ്വിക്ക് പൂർണിമ ചേച്ചിയുടെ കാര്യത്തിൽ മാത്രമാ എന്നോട് വഴക്കുള്ളേ. അല്ലെങ്കിൽ എന്നെ ജീവന. പക്ഷെ ആ വീട്ടിൽ എനിക്കുള്ള മെയിൻ പ്രശ്നം ആ പൂർണിമയാ. എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത ഓഫീസിൽ ചെന്നപ്പോ എന്നെ അവിടെ വെറും ക്ലർക്കാക്കി. അത് മാത്രമല്ല, അവിടെ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തുകയും ചെയ്തു. സഹിച്ച് ഞാൻ മടുത്തു. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അതിന് കാര്യം എന്നെ സഹായിക്കണം. അതിനാ ഞാൻ കാണാൻ വന്നേ. ശോ, കഷ്ടം. കല്യാണം കഴിഞ്ഞ് ഈ ചുരുക്കം നാളുകൊണ്ട് അഷിത അനുഭവിച്ചതൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നുന്നു. നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റും. താങ്ക് യു. പൂർണിമയെ അഷിതയ്ക്ക് തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അഷിത പൂർണിമ ഇരിക്കുന്ന അതേ പൊസിഷനിലെത്തണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതെന്താ നടക്കാത്തത്? നീ വിചാരിച്ചാൽ നടക്കും. ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് മനസ്സിലായില്ല. അഷിതയ്ക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ കമ്പനിയിൽ അഷിതയായിരിക്കും MD. MDയോ? അതെ. പക്ഷേ എനിക്ക് വേണ്ടി അഷിത ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. റെഡിയാണോ? ഞാൻ റെഡിയാ. എനിക്ക് എങ്ങനെയെങ്കിലും പൂർണിമയെ തോൽപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിടിക്ക്. അപ്പൊ ഇനി മുതൽ നമ്മൾ ഒന്നിച്ച് നീങ്ങണം. ശരി.